വെൽക്കം ടു കുക്കിംഗ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്കൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നമ്മളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള തേൻ മിഠായി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഇതിന് തേൻ നിലാവ് എന്ന് പറയാറുണ്ട്. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ദോശമാവ് കൊണ്ടാണ്. ഉള്ളിലൊക്കെ നല്ല തേന് പൂറുന്ന ഈ ഒരു തേൻ മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുളിച്ചിട്ടുള്ള ദോശമാവാണ്. പച്ചരിയും ഉഴുന്നും ഉലുവയൊക്കെ കൂട്ടിയിട്ട് സാധാരണ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ അരച്ചിട്ടുള്ള മാവാണ്. അതിൽ നിന്ന് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള മാവാവണം. വെള്ളം ചേർക്കുന്നതിന് മുന്നേ ഉള്ള മാവാവണം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തേൻമിഠായി പൊരിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഫപ്പായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം തേൻമിഠായിയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് കളറായിരിക്കും. അപ്പോൾ ആ ഒരു കളർ കിട്ടാനായിട്ട് ഞാനൊരു ഓറഞ്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. 2-3 നുള്ള് ചേർത്താൽ മതിയാവും. ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പും ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദ കൂടെ ചേർക്കുന്നുണ്ട്. മൈദ നമ്മൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് കുറച്ചും കൂടെ കട്ടിയാവാൻ വേണ്ടിയിട്ടാണ്. മാവ് ഫ്ലോ ആവരുത്. ഇങ്ങനെ നല്ല തിക്കായിട്ട് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കണം മാവ് ഉണ്ടാവേണ്ടത്. അതായത് നമ്മൾ ഉഴുന്നുവടയിടക്കം മാവില്ലേ, ആ ഒരു കട്ടി ഉണ്ടാവണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഫ്ലാറ്റായി പോവും. ഉണ്ടയായിട്ട് ബോൾ പോലെ കിട്ടൂല. വളരെ കുറച്ച് മൈദ ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 ടീസ്പൂണൊക്കെ മൈദ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ആവശ്യത്തിനുള്ള മൈദ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മിക്സ് ആയി കഴിഞ്ഞാൽ മാവ് ഇതാ ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. നല്ല കട്ടിയുള്ള രീതിയിൽ തന്നെ ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇത് ഇടാനുള്ള ഷുഗർ സിറപ്പ് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കണം. പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് പഞ്ചസാര ഞാനൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇനി ഈ പഞ്ചസാര മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിൽ നിന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏലക്കായ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഒരു നൂൽപ്പരുവം തുടങ്ങുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക. ഒരു നൂൽപ്പരുവം ആവേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തേൻ മിഠായി പൊരിച്ചിട്ടെടുക്കാം. കൈ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നനച്ചിട്ടെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോളുകൾ എടുത്തിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പഫപ്പായിട്ട് പൊങ്ങി വരും. നമ്മൾ ലുക്കിമാത്തൊക്കെ മുന്നേ ചെയ്തിട്ടില്ലേ, ഞാൻ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് വരുന്ന സമയത്ത് ഇതപ്പം തന്നെ പൊങ്ങി വരും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവർക്ക് കളർ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പകരം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയി നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള രീതി തന്നെ ഉണ്ടാവണം. അപ്പോൾ ചെറിയ പാത്രത്തിൽ ഷുഗർ സിറപ്പ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. അതേപോലെ തന്നെ ഷുഗർ സിറപ്പ് എപ്പോഴും ചെറിയ ചൂടും ഉണ്ടാവണം. ഫ്രൈ ചെയ്തിട്ടുള്ള തേൻ മിഠായി ചൂടോടുകൂടി തന്നെ ആ ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മുക്കി കൊടുക്കണം. അപ്പോഴേ ഷുഗർ സിറപ്പ് ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി പിടിക്കുകയുള്ളൂ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഷുഗർ സിറപ്പ് ചൂട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അക്കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ബാച്ചസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഓരോ ബാച്ച് റെഡി ആവുന്നത് വരെ ഈ ഒരു തേൻ മിഠായി ഷുഗർ സിറപ്പിൽ ഇട്ട് വയ്ക്കുക. ഒരു 5 മിനിറ്റൊക്കെ എന്തായാലും നിങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കണം. എന്നാലേ ഷുഗർ സിറപ്പ് ശരിക്കും ഇതിൻ്റെ അകത്ത് പിടിച്ച് കിട്ടുള്ളൂ. കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഒരുപാട് ഷുഗർ സിറപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കുക. നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ ഷുഗർ സിറപ്പൊക്കെ ശരിക്കും തേൻ മിഠായിൻ്റെ അകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് തേൻ ഒലിക്കുന്ന പോലെ ഷുഗർ സിറപ്പ് പുറത്തേക്ക് വരും. പുറം ഭാഗം ക്രിസ്പി ആയിട്ടാണുള്ളത്, അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഷുഗർ സിറപ്പും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ദോശമാവ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ള ദോശമാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.